പി ജയരാജന്റെ ആത്മകഥ DC ബുക്സിന് പ്രസിദ്ധീകരണത്തിന് നൽകില്ല. പ്രസാധനത്തിന് മാതൃഭൂമിക്കാണ് മുൻഗണനയെന്ന് പി ജയരാജൻ. തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ വിവാദത്തിലാക്കിയതിനാലാണ് DC ബുക്സിനെ ഒഴിവാക്കിയത് എന്നാണ് വിശദീകരണം. ആത്മകഥ പ്രകാശനം പാർട്ടി ചടങ്ങാക്കി വിവാദം അവസാനിപ്പിക്കാനുള്ള തീരുമാനവും പി ജയരാജന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ്. 24 ബിഗ് ബ്രേക്കിംഗ് വിവരങ്ങളുമായി ദീപക് ധർമ്മടം ന്യൂസ് ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദീപക്, വലിയ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്ന ഈ ആത്മകഥാ വിവാദം, അതിൽ ആവർത്തിച്ച് പി വിശദീകരിക്കുന്നതാണ്. DC-യുമായി ഒരു കരാറില്ല എന്നുള്ള കാര്യം ആവർത്തിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഈ വിവാദങ്ങൾക്കൊക്കെ പിന്നാലെ ഇപ്പോൾ DC-ക്ക് അതിൻ്റെ പ്രസാധന ചുമതല നൽകില്ല, മറിച്ച് മാതൃഭൂമിയുമായി ചർച്ചകൾ നടക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. മുൻഗണന മാതൃഭൂമിക്കാണെന്ന തരത്തിൽ എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? ദീപക് ധർമ്മടം. റീജിത്ത്, വളരെ കൃത്യമായി DC-ക്ക് ഈ പുസ്തകം നൽകേണ്ടതില്ല എന്ന തീരുമാനം എടുത്തു കഴിഞ്ഞു. അത് കൃത്യമായി നമുക്ക് ആധികാരികമായി തന്നെ ഈ വാർത്ത ബ്രേക്ക് ചെയ്യുകയാണ്. DC-ക്ക് യുടെ ആത്മകഥയില്ല. അതായത് DC പരസ്യം നൽകിയ DC-യുടെ വെബ്സൈറ്റിൽ കാർഡ് പ്രസിദ്ധീകരിച്ച പി ജയരാജൻ്റെ ആത്മകഥ ഈ DC ബുക്സിന് നൽകേണ്ടതില്ല എന്ന് പി ജയരാജൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മാതൃഭൂമിയെയാണ് പി മുൻഗണനാക്രമത്തിൽ പരിഗണിക്കുന്നത് എന്നുള്ളത് കൂടി നമുക്ക് ലഭിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പി ആത്മകഥ ഒരു മാസം കൊണ്ട് തന്നെ പൂർത്തിയാക്കാൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുന്നു. അതായത് ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നും തൻ്റെതല്ലാത്ത വാചകങ്ങളാണ് തൻ്റെ പേരിൽ തിരഞ്ഞെടുപ്പ് ദിവസം വന്നത് എന്നുള്ളതും പി ജയരാജൻ പറഞ്ഞതാണ്. ഈ തീരുമാനം പി എടുക്കാൻ കാരണം, അതായത് നേരത്തെ തന്നെ DC ബുക്സ് പിയെ സമീപിച്ചിരുന്നു. പി ഏറെക്കുറെ തരാം, അതായത് പുസ്തകം എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോകാം എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. പക്ഷേ എന്നാൽ തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ വിവാദത്തിലേക്ക് DC ബോധപൂർവം കടത്തിവിട്ടു. ആ ബോധപൂർവമായ ശ്രമം, ഈ കണ്ടന്റ് ഉൾപ്പെടെ പ്രചരിപ്പിക്കപ്പെട്ടതിൻ്റെ പ്രധാന കേന്ദ്രം DC ബുക്സാണ് എന്ന് കൃത്യമായി പിക്ക് ബോധ്യപ്പെട്ടു. ആ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പി ഒരു തീരുമാനമെടുത്തത്. ഏതായാലും തൻ്റെ ആത്മകഥ, ആത്മകഥയുടെ പേര് പോലും അതായിരിക്കില്ല, ആത്മകഥ പൂർത്തിയാക്കുന്നതേ ഉള്ളൂ, എത്രയും വേഗം പൂർത്തിയാക്കും. ആ പൂർത്തിയാക്കുന്ന ആത്മകഥ അത് DC-ക്ക് നൽകാതെ മറ്റൊരു പ്രസിദ്ധീകരണശാലയായിരിക്കും പ്രസിദ്ധീകരിക്കുക. അതിൽ മാതൃഭൂമിക്കാണ് മുൻഗണന നൽകാൻ പോകുന്നത്. മറ്റൊരു കാര്യം റീജിത്ത്, ഇത് ഒരു പാർട്ടി പരിപാടിയായി തന്നെ പ്രകാശനം നടത്തുക എന്നുള്ളതാണ് പിയുടെ ആഗ്രഹം. ഈ കാര്യം പി നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തന്നെ കൃത്യമായി പറയുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് DC ബുക്സ് പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുന്ന, മുന്നണിയെ വെട്ടിലാക്കുന്ന, തന്നെ ആകെ പാർട്ടിക്ക് കളങ്കമുണ്ടാക്കുന്നവനായി ചിത്രീകരിക്കുന്ന ഒരു വാർത്തയാണ്. അതായത് ഒരു പി ബോംബായി തിരഞ്ഞെടുപ്പ് ദിവസം ഉണ്ടാക്കാനുള്ള കണ്ടന്റാണ് DC ബുക്സ് നൽകിയത് എന്ന് പി കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പി നിയമ നടപടിക്ക് കൂടി കടന്നിരിക്കുന്നത്. DC ബുക്സിനെതിരെയുള്ള ആദ്യ നിയമ നടപടിയായി വക്കീൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞിരിക്കുന്നു. മറ്റൊന്ന്, ഒരു ക്രിമിനൽ കുറ്റമായ കേസിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള ആലോചന കൂടി പി നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഏതായാലും പി തിരുവനന്തപുരത്തേക്ക് പാലക്കാട് നിന്നും യാത്ര തിരിച്ചു. നാളെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കും. ആ യോഗത്തോടുകൂടി പാർട്ടിയുടെ കൂടി അനുമതിയോടുകൂടി ഈ കാര്യത്തിൽ കൃത്യമായൊരു നിലപാട് പി എടുക്കും. ഏതായാലും DC ബുക്സിന് പിയുടെ ആത്മകഥ പ്രകാശനം ചെയ്യാൻ സാധിക്കില്ല. അത്തരമൊരു തീരുമാനം പി എടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. റീജിത്ത്, ദീപക്, നേരത്തെ DC സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച വിവരം നമുക്ക് മുമ്പിലുണ്ട്. പ്രത്യേകിച്ച് DC-യെ നമുക്കൊക്കെ അറിയാവുന്നതാണ്, കാലങ്ങളായി പൊതുസമൂഹത്തിന് മുമ്പിലുള്ളതാണ്. അവരുടെ ചരിത്രവും പൈതൃകവും അതൊക്കെ നമുക്കറിയാം. അത് സമ്പന്നമായ പൈതൃകവും ചരിത്രവും ഒക്കെയാണ്. ആ DC-യുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു ഇടപെടൽ പി ജയരാജൻ സംശയിക്കുന്നത് എന്തുകൊണ്ടാണ്? നേരത്തെ തന്നെ ഈ DGPക്ക് പരാതി നൽകിയതിലാണെങ്കിൽ DC-യുടെ പേര് പരാമർശിക്കുന്നില്ല എന്നുള്ളതും അവിടെ നിൽക്കുന്നു. അവിടെയാണ് ഈ സംശയങ്ങളും ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളും ഉണ്ടാവുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പിയെ വെട്ടിലാക്കിയത് DC ആണ് എന്നുള്ളതാണ് പിയുടെ ബോധ്യം. ഈ കാര്യം പിയോട് ഇന്ന് ഞാൻ വിശദമായി സംസാരിച്ചിരുന്നു ഈ വിഷയം. അതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാനായത്, ബോധപൂർവമായ ഒരു ആസൂത്രിതമായി തെരഞ്ഞെടുപ്പ് ദിവസം പിയുടെ പേരിൽ ഈ വാർത്ത ഉൽപ്പാദിപ്പിച്ചതിൽ DC ബുക്സിലെ ചിലർക്ക് പങ്കുണ്ട് എന്ന് അദ്ദേഹം കൃത്യമായി സംശയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ അതാണ്. പക്ഷേ നടപടികളിലേക്ക് കടക്കൽ എന്നുള്ളത് നിയമവിദഗ്ധരുമായി ആലോചിച്ച് ഘട്ടം ഘട്ടമായ നടപടിയായിരിക്കും ഉണ്ടാവുക. അതിൽ പാർട്ടിയുടെ അനുമതി, ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട്. ഏതായാലും പുസ്തകം, ഈ ആത്മകഥയുടെ പേര് പോലും ഇതാകില്ല, കട്ടൻ ചായയും പരിപ്പോടയും ഒന്നുമാകില്ല, വടയും ഉണ്ടാകില്ല, ചായയും ഉണ്ടാകില്ല ആത്മകഥയുടെ പേരിൽ എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഒരു മാസത്തിനകം തന്നെ പുസ്തകം പൂർത്തിയാക്കും എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ഈ DC തന്നെ വെട്ടിലാക്കി എന്നുള്ളതുകൊണ്ട് നേരത്തെ തന്നെ DC ആവശ്യം ഉന്നയിച്ചിരുന്നു, DC-യുമായി ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്നു എന്നുള്ളതൊക്കെ വസ്തുതയാണ്. പക്ഷേ പുസ്തകം പ്രകാശനം ചെയ്യാൻ, പുസ്തകം പ്രസാധനം ചെയ്യാൻ വേണ്ടിയുള്ള അവകാശം DC-ക്ക് നൽകില്ല എന്ന് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും. കാരണം പി അത്തരമൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു.
മറ്റൊന്ന് റീജിത്ത് ചോദിച്ച ഈ DGPക്കുള്ള പരാതിയിൽ DC-യുടെ പേരില്ല. പക്ഷേ എന്നാൽ അതേ സമയത്ത് തന്നെ കെ വിശ്വൻ മുഖേന അഭിഭാഷകന്റെ നോട്ടീസ് അയച്ചിരിക്കുന്നതിൽ DC-ക്കെതിരെയുള്ള നിയമ നടപടിയുടെ തുടക്കമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും EP ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കില്ല. കാരണം EP പുസ്തകം പ്രകാശിപ്പിക്കും. പുസ്തകം എഴുതിയ ഉടൻ തന്നെ 1 മാസത്തിനകം പുസ്തകം പൂർത്തിയാക്കും. കൃത്യമായി പാർട്ടിക്ക് വിധേയനായുള്ള ഒരു നടപടിയിലായിരിക്കും ഈ പുസ്തക പ്രകാശനം ഉൾപ്പെടെയുള്ള, അതായത് ചടങ്ങ് പോലും ഒരു പാർട്ടി പരിപാടി എന്നുള്ള രീതിയിലാക്കാൻ വേണ്ടിയുള്ള ആലോചനയിലാണ് EP എന്നുള്ളതാണ്. നാളത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റോടുകൂടി ഇതിൽ കൂടുതൽ വ്യക്തതയിലേക്ക് EP കടക്കും എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. റീജിത്ത്. ശരി, ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകുകയായിരുന്നു സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഈ DC-ക്ക് അതിൻ്റെ പ്രസാധന ചുമതല നൽകില്ല എന്നുള്ളതാണ്, EP ജയരാജൻ്റെ പുസ്തകത്തിൻ്റെ ആത്മകഥയുടെ പ്രകാശന ചുമതല നൽകില്ല എന്നുള്ളതാണ് ദീപക് ധർമ്മടം പങ്കുവയ്ക്കുന്ന വിവരം.